ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത് പറയാനുള്ളത് ക്രാഷിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലമാണ് പറയുന്നത്. എ പ്രൊജക്റ്റ് ഹാസ് ദ ആക്ടിവിറ്റീസ് വിത്ത് ദ ഫോളോയിങ് നോർമൽ ആൻഡ് ക്രാഷ് ടൈംസ് ആൻഡ് കോസ്റ്റ്. ആക്ടിവിറ്റി എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഇത്രയും ആക്ടിവിറ്റികളുണ്ട്. അതിൻ്റെ പ്രീ ഡിസീസർ ആക്ടിവിറ്റി എന്നുള്ളത് എക്ക് പ്രീ ഡിസീസർ ആക്ടിവിറ്റി ഇല്ല. ബിയുടെ പ്രീ ഡിസീസർ ആക്ടിവിറ്റി എന്നുള്ളത് എ ആണ്. സിയുടെ പ്രീ ഡിസീസർ ആക്ടിവിറ്റി എ ആണ്. ഡിയുടെ ബി ആണ്. ഇയുടെ സി, എഫിൻ്റെ ഡി, ജിയുടെ ഇ, എച്ചിൻ്റെ ജി. നോർമൽ ടൈം വീക്സ് 4, 5, 4, 6, 6, 5, 7, 4. ക്രാഷ് ടൈം വീക്സിൽ 3, 3, 3, 5, 4, 4, 4, 3. നോർമൽ കോസ്റ്റ് എന്നുള്ളത് 8000, 16000, 12000, 34000, 42000, 16000, 66000, 2000. ക്രാഷ് കോസ്റ്റ് എന്നുള്ളത് 9000, 20000, 13000, 35000, 44000, 16500, 72000, 5000. Determine a crash scheme for the above project so that the total project time is reduced by 3 weeks. അതായത് ഇപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിന് ഒരു ക്രാഷ് സ്കീം ഡിറ്റർമിൻ ചെയ്യാനും അതോടൊപ്പം തന്നെ ടോട്ടൽ പ്രൊജക്റ്റ് ടൈമിനെ 3 ആഴ്ചയായിട്ട് റെഡ്യൂസ് ചെയ്യാനുമാണ് പറയുന്നത്. ഡിറ്റർമിൻ എ ക്രാഷ് സ്കീം ഫോർ ദ എബോവ് പ്രൊജക്റ്റ്. മുകളിൽ തന്നിരിക്കുന്ന പ്രൊജക്റ്റിന് ക്രാഷ് സ്കീം ഡിറ്റർമിൻ ചെയ്യുക. സോ ദാറ്റ് ദ ടോട്ടൽ പ്രൊജക്റ്റ് ടൈം ഈസ് റെഡ്യൂസ്ഡ് ബൈ 3 വീക്സ്. ടോട്ടൽ പ്രൊജക്റ്റ് ടൈമിനെ നമുക്ക് 3 ആഴ്ചയാക്കിയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. സൊല്യൂഷൻ: വി ക്യാൻ സി ദർ ആർ 2 പാത്ത്സ് ഫോർ ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിന് 2 പാത്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പാത്ത് 1 എ ബി ഡി എഫ്. ടൈം ഓഫ് ദ പാത്ത് എന്ന് പറയുന്നത് 4 + 5 + 6 + 5 20 വീക്സ് ആണ്. അതായത് 20 ആഴ്ചയാണ് പാത്തിൻ്റെ ടൈം എന്ന് പറയുന്നത്. പാത്ത് 2 എന്ന് പറയുന്നത് എ സി ഇ ജി എച്ച്. അതിൻ്റെ ടൈം ഫോർ ദ പാത്ത് എന്ന് പറയുന്നത് 4 + 4 + 6 + 7 + 4 25 ആഴ്ചയാണ്. അപ്പോൾ അതിൽ മാക്സിമം എന്ന് പറയുന്നത് 20ഉം 25ഉം എത്രയാണ്? അതിലാകുമ്പോൾ ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് 25ആണ്. ദെർഫോർ പാത്ത് 2 ഈസ് ദ ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആർ എ സി ഇ ജി എച്ച്. ദ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആർ ബി ഡി എഫ്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എയും സിയും ഇയും എച്ചും ആണ്. ഇയും ജിയും എച്ചും ആണ്. നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബിയും ഡിയും എഫും ആണ്. ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് ദ നോർമൽ ടൈം ഓഫ് ആക്ടിവിറ്റി എ ഈസ് 4 വീക്സ്. ആക്ടിവിറ്റി എയുടെ നോർമൽ ടൈം എന്നുള്ളത് 4 ആഴ്ചയാണ്. വൈൽ ഇറ്റ്സ് ക്രാഷ് ടൈം ഈസ് 3 വീക്സ്. പക്ഷേ അതിൻ്റെ ക്രാഷ് ടൈം എന്നുള്ളത് 3 ആഴ്ചയാണ്. ഹെൻസ് ദ ടൈം ഓഫ് ആക്ടിവിറ്റി ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ 1 വീക്ക് ഇഫ് ദ മാനേജ്മെൻറ്റ് ഈസ് പ്രിപ്പയർ ടു സ്പെൻഡ് ആൻ അഡീഷണൽ എമൗണ്ട്. ഒരു അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ മാനേജ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഓഫ് ആക്ടിവിറ്റി എന്നുള്ളത് നമുക്ക് ഒരാഴ്ചയാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഹെൻസ് ദ ടൈം ഓഫ് ആക്ടിവിറ്റി ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ 1 വീക്ക്. ടൈം ഓഫ് ആക്ടിവിറ്റി നമുക്ക് ഒരാഴ്ചയായിട്ട് റെഡ്യൂസ് ചെയ്യാം ഇഫ് ദ മാനേജ്മെൻറ്റ് ഈസ് പ്രിപ്പയർ ടു സ്പെൻഡ് ദ അഡീഷണൽ എമൗണ്ട്. അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ മാനേജ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഓഫ് ദ ആക്ടിവിറ്റി നമുക്ക് ഒരാഴ്ചയായിട്ട് റെഡ്യൂസ് ചെയ്യാം. ബട്ട് ദ ടൈം കനോട്ട് ബി റെഡ്യൂസ്ഡ് ബൈ മോർ ദാൻ 1 വീക്ക് ഇഫ് ദ മാനേജ്മെൻറ്റ് ഈസ് റെഡി ടു സ്പെൻഡ് മോർ മണി. പക്ഷേ മാനേജ്മെൻറ്റ് മോർ മണി സ്പെൻഡ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ ടൈം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരാഴ്ചയായിട്ട് റെഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ദ നോർമൽ കോസ്റ്റ് ഓഫ് ദിസ് ആക്ടിവിറ്റി ഈസ് ₹8,000 whereas the crash cost is 9,000. നോർമൽ കോസ്റ്റ് ഓഫ് ദ ആക്ടിവിറ്റി എന്നുള്ളത് 8000 രൂപയാണ്. ക്രാഷ് കോസ്റ്റ് എന്നുള്ളത് 9000 ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ക്രാഷിംഗ് ഓഫ് ആക്ടിവിറ്റി എ വിൽ കോസ്റ്റ് ദ മാനേജ്മെൻറ്റ് എൻ എക്സ്ട്രാ എമൗണ്ട് ഓഫ് ₹1000. ആക്ടിവിറ്റി എ ക്രാഷ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റിന് 1000 രൂപ എക്സ്ട്രാ കോസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വൈസ് വി ക്യാൻ വർക്ക് ഔട്ട് ദ ക്രാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം ഫോർ അതർ ആക്ടിവിറ്റീസ് ആൾസോ. അതേപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റികളുടെയും ക്രാഷ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ അതെങ്ങനെയാണ് പറയുന്നത്? ആക്ടിവിറ്റി എ ബി സി ഡി ഇ എഫ് ജി എച്ച്. നോർമൽ ടൈം 4, 5, 4, 6, 6, 5, 7, 4. ക്രാഷ് ടൈം എന്ന് പറയുന്നത് 3, 3, 3, 5, 4, 4, 4, 3. നോർമൽ കോസ്റ്റ് 8000, 16000, 12000, 34000, 42000, 16000, 66000, 2000. ക്രാഷ് കോസ്റ്റ് 9000, 20000, 13000, 35000, 44000, 16500, 72000, 5000. ക്രാഷ് കോസ്റ്റ് നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1000, 4000, 1000, 1000, 2000, 500, 6000, 3000. നോർമൽ ടൈം ക്രാഷ് ടൈം എന്ന് പറയുന്നത് 1, 2, 1, 1, 2, 1, 3, 1. ക്രാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ടൈമിലുള്ള ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത് 1000, 2000, 1000, 1000, 1000, 500, 2000, 3000.
എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ് വിത്തൗട്ട് ഡിലേയിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ഹോൾ പ്രൊജക്റ്റ്. ഹോൾ പ്രൊജക്റ്റിൻ്റെ എക്സിക്യൂഷൻ ഡിലേ ചെയ്യാതെ നമുക്ക് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഡിലേ ചെയ്യാം. ബട്ട് ഇഫ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഈസ് ഡിലേഡ് ഇറ്റ് വിൽ ഡിലേ ദ ഹോൾ പ്രൊജക്റ്റ്. പക്ഷേ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ പ്രൊജക്റ്റിനെയും അത് ഡിലേ ചെയ്യും. ഡ്യൂ ടു ദിസ് വി ഹാവ് ടു സെലക്ട് എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഫോർ ക്രാഷിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രാഷിങ്ങിന് വേണ്ട ഒരു ക്രിട്ടിക്കൽ ആക്ടിവിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം. വി വാണ്ടഡ് ടു ചൂസ് വൺ ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് എ, സി, ഇ, ജി ആൻഡ് എച്ച്. അതിലേതെങ്കിലും ഒരു ആക്ടിവിറ്റി നമുക്ക് ചൂസ് ചെയ്യാം. ക്രാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ടൈം വർക്ക്സ് ഔട്ട് ആസ് ഫോളോസ്. ₹1000 ഫോർ എ. എയുടെ 1000 ആണ്, സിയുടെ 1000, ഇയുടെ 1000, ജിയുടെ 2000, അതുപോലെ തന്നെ എച്ചിൻ്റെ 3000. ദ മിനിമം എമംഗ് ദീസ് ഈസ് ₹1000. ഇതിലെ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 1000 ആണ്. സോ വി വാണ്ടഡ് ടു ചൂസ് ആൻ ആക്ടിവിറ്റി വിത്ത് ₹1000. 1000 രൂപയുള്ള ആക്ടിവിറ്റി നമ്മൾ ചൂസ് ചെയ്യാം. ആസ് ദ ക്രാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. പെർ യൂണിറ്റ് ഓഫ് ടൈമിലെ ക്രാഷ് കോസ്റ്റ് ആയിട്ട് 1000 രൂപയുള്ള ആക്ടിവിറ്റി നമ്മൾ ചൂസ് ചെയ്യാം. ബട്ട് ദർ ഈസ് എ ടൈ എമംഗ് എ, സി ആൻഡ് ഇ. പക്ഷേ എയും സിയും ഇയും തമ്മിലൊരു ടൈ ഉണ്ട്. സോ വി ക്യാൻ റീസോൾവ് ഇറ്റ് ആർബിട്രറിലി. നമുക്കതിനെ എന്ത് ചെയ്യണം? ആർബിട്രറിലി റീസോൾവ് ചെയ്യണം. ലെറ്റസ് സെലക്ട് എ ഫോർ ക്രാഷിംഗ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാം? എ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക ക്രാഷിങ്ങിന് വേണ്ടിയിട്ട്. വി റെഡ്യൂസ് ദ ടൈം ഓഫ് എ ബൈ 1 വീക്ക് ബൈ സ്പെൻഡിങ് എൻ എക്സ്ട്രാ എമൗണ്ട് ഓഫ് ₹1000. 1000 രൂപ എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡിങ് ചെയ്തിട്ട് നമുക്ക് എയുടെ ടൈമിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ദെൻ ദ നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് ഷോൺ ബിലോ. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം എങ്ങനെയാവും? ദ റിവൈസ്ഡ് ടൈം പാത്ത് 1 ഈസ് 3 + 5 + 6 + 5 19 വീക്സ് ആവും. എ, ബി, ഡി, എഫ് അതിൻ്റെ നോക്കുക. അപ്പോൾ 3, 5, 6, 5. എയുടെ ക്രാഷ് ടൈം 3, അതുപോലെ തന്നെ ബിയുടെ നോർമൽ ടൈം 5, മറ്റേതിൻ്റെ 6, പിന്നെ അതുപോലെ 5. അങ്ങനെ 3, 5, 6, 5. ഇയുടെ 6, എഫിൻ്റെ 5. അങ്ങനെ 19 വീക്ക് എ, ബി, ഡി, എഫിൻ്റെ. ഇനി പാത്ത് 2 എ, സി, ഇ, ജി, എച്ച് നോക്കുക. ടൈം ഫോർ പാത്ത് ഈസ് 3 + 4 + 6 + 7 + 4 24 വീക്ക്. ഇതേപോലെ തന്നെ. അപ്പോൾ മാക്സിമം ഓഫ് 19, 24 അതിൽ മാക്സിമം എന്ന് പറയുന്നത് 24 ആണ്. ദെർഫോർ പാത്ത് 2 ഈസ് ദ ക്രിട്ടിക്കൽ പാത്ത്. അതുകൊണ്ട് തന്നെ പാത്ത് 2 ആയിരിക്കും അവിടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആർ എ, സി, ഇ, ജി, എച്ച്. ഹവവർ ദ ടൈം ഫോർ എ കനോട്ട് ബി റെഡ്യൂസ്ഡ് ഫർദർ. പക്ഷേ എയുടെ ടൈമിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദെർഫോർ വി വാണ്ട് ടു കൺസിഡർ സി, ഇ, ജി, എച്ച് ഫോർ ക്രാഷിംഗ്. അപ്പോൾ നമ്മൾ സി, ഇ, ജി, എച്ച് എന്നുള്ളതിന് നമ്മൾ ക്രാഷിങ്ങിന് എടുക്കുന്നു. എമംഗ് ദം സി ആൻഡ് ഇ ഹാസ് ദ ലീസ്റ്റ് ക്രാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. ലീസ്റ്റ് ക്രാഷ് കോസ്റ്റ് എന്നുള്ളത് സിക്കും ഇക്കും ആണ്. വി ക്യാൻ റീസോൾവ് ഇറ്റ് ആർബിട്രറിലി. ലെറ്റസ് സെലക്ട് സി ഫോർ ക്രാഷിംഗ്. അവിടെ നമ്മൾ സിയെ ക്രാഷിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുക. ഇഫ് വി റെഡ്യൂസ് ദ ടൈം ഓഫ് സി 1 വീക്ക് ബൈ സ്പെൻഡിങ് എൻ എക്സ്ട്രാ എമൗണ്ട് ഓഫ് ₹1000. 1000 രൂപ എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് സിയെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദ നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് ഷോൺ ബിലോ. അപ്പോൾ നെറ്റ്വർക്ക് ഡയഗ്രാം എങ്ങനെയാവും? ദ റിവൈസ്ഡ് ടൈം പാത്ത് ഐ ഈസ് ഈക്വൽ ടു 3 + 5 + 6 + 5 19 വീക്ക് ആയിരിക്കും. 3, 5, 8, 6, 14, 5, 19 വീക്ക് ആയിരിക്കും റിവൈസ്ഡ് ടൈം എന്ന് പറയുന്നത്. ദ ടൈം ഫോർ പാത്ത് സെക്കൻഡ് ഈസ് 3 + 3 + 6 + 7 + 4 23 വീക്ക്. മാക്സിമം ഓഫ് 19 ആൻഡ് 23 ഈസ് 23. അവിടെ 19ഉം 23ഉം തമ്മിലുള്ള മാക്സിമം എന്ന് പറയുന്നത് 23 ആയിരിക്കും. ദെർഫോർ പാത്ത് 2 ഈസ് ദ ക്രിട്ടിക്കൽ പാത്ത്. അതുകൊണ്ട് തന്നെ പാത്ത് 2 ആയിരിക്കും നമ്മളുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആർ എ, സി, ഇ, ജി, എച്ച്. അവിടുത്തെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എയും, സിയും, ഇയും, ജിയും, എച്ചും ആയിരിക്കും. നൗ വി കനോട്ട് റെഡ്യൂസ് ദ ടൈം ഫോർ എ ആൻഡ് സി ഫർദർ. പക്ഷേ നമുക്കിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനി നമുക്ക് സിയുടെയും എയുടെയും ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദെർഫോർ വി വാണ്ട് ടു കൺസിഡർ ഇ, ജി ആൻഡ് എച്ച്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക? ഇയും, ജിയും, എച്ചും കൺസിഡർ ചെയ്യുക. എമംഗ് ദം ഇ ഹാസ് ദ ലീസ്റ്റ് ക്രാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. അതിൽ ഇക്കാണ് ലീസ്റ്റ് ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഹെൻസ് വി റെഡ്യൂസ് ദ ടൈം ഓഫ് ഇ വിത്ത് 1 വീക്ക് വിത്ത് എൻ എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ₹1000. 1000 രൂപ എക്സ്ട്രാ കോസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടൈം ഓഫ് ഇ എന്നുള്ളത് റെഡ്യൂസ് ചെയ്യുക. ബൈ ദ ഗിവൻ കണ്ടീഷൻ വി ഹാവ് ടു റെഡ്യൂസ് ദ പ്രൊജക്റ്റ് ടൈം ബൈ 3 വീക്സ്. ഈ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് 3 ആഴ്ച കൊണ്ട് പ്രൊജക്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. പ്രൊജക്റ്റ് ടൈം റെഡ്യൂസ് ചെയ്യാൻ കഴിയും. വി ഹാവ് അറൈവ്ഡ് ദ ഫോളോയിങ് ക്രാഷിംഗ് സ്കീം ഫോർ ദ ഗിവൻ പ്രൊജക്റ്റ്. അപ്പോൾ ഗിവൻ പ്രൊജക്റ്റിന് നമുക്ക് താഴെ പറയുന്ന ക്രാഷിംഗ് സ്കീമിൽ എത്തിച്ചേരും. റെഡ്യൂസ്ഡ് ദ ടൈം ഓഫ് എ, സി ആൻഡ് ഇ ബൈ 1 വീക്ക് ഈച്ച്.
ഒരു ആഴ്ചയായിട്ട് എയുടെയും സിയുടെയും ഇയുടെയും ടൈമിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. പ്രൊജക്റ്റ് ടൈം ആഫ്റ്റർ ക്രാഷിംഗ് ഈസ് 22 വീക്ക്. ക്രാഷിങ്ങിന് ശേഷമുള്ള പ്രൊജക്റ്റ് ടൈം എന്നുള്ളത് 22 ആഴ്ച ആയിരിക്കും. എക്സ്ട്രാ എമൗണ്ട് റിക്വയർഡ് ഈസ് 3000 ആയിരിക്കും. എക്സ്ട്രാ എമൗണ്ട് റിക്വയർഡ് എന്നുള്ളത് 3000 ആയിരിക്കും. എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.